ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിതാ ഈ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെന്തെന്ന് മനസ്സിലായോ? ഇതൊരു പയറാണ്. ഇതിൻ്റെ പേരെന്തെന്ന് എനിക്കറിയത്തില്ല. പച്ചക്കറി കടയിൽ പോയപ്പോഴത്തേക്ക് കണ്ട് മേടിച്ചതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഈ പയർ കൊണ്ടായാലോ? ഇപ്പോൾ പയർ തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഈ ഒരു പയർ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ റെസിപ്പീസ് അടങ്ങിയ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും ചെയ്ത്. അപ്പോൾ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കണം. അപ്പം അതിനായിട്ട് ഇച്ചിരി തേങ്ങ, ഇച്ചിരി ചെറിയ ഉള്ളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നേരത്തെ കാണിച്ച പയർ കഴുകിയിട്ട് നീളത്തിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഒരു പാത്രത്തിൽ ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാള, പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഈ പയർ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇച്ചിരി വെള്ളം കൂടെ താളിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ പയറിന് നല്ല കട്ടിയാണ് കേട്ടോ ഇതിൻ്റെ തൊലിക്ക്. അതുകൊണ്ട് തന്നെ ഇച്ചിരി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പും കൂടി എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയർ തോരൻ റെസിപ്പി റെഡി ആയിട്ടുണ്ട്.